ഹലോ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ലഞ്ച് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു എഗ് റൈസ് ആണ് കേട്ടോ, എഗ് ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാനിൽ കുറച്ച് റിഫൈൻഡ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂൺ എണ്ണ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനകത്തേക്ക് കൊത്തിയരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കൊത്തിയരിഞ്ഞ് സവാള ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീൻസും ഇട്ട് കൊടുക്കുകയാണ്. അതും നമ്മളൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഒത്തിരി കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ പെട്ടെന്ന് വേവുന്ന സാധനങ്ങളാണ്. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒറിഗാനോ ഉണ്ടല്ലോ, അത് നമ്മൾ ഇച്ചിരി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ഇത് കയ്യിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം, കുറച്ചൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഓൾറെഡി ബാസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലും നമ്മൾ ഇച്ചിരി ഉപ്പും ഇച്ചിരി എണ്ണയും ഒഴിച്ചിട്ടുണ്ട്, ഒട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അത് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. ഒരുപാട് ഉപ്പിട്ടാൽ വെജിറ്റബിൾസ് വാടിപ്പോവും. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എഗ്ഗ് പൊട്ടിച്ചിടുകയാണ്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് ഇതേ പാനിൽ തന്നെ ഒരു 3 to 4 എഗ്ഗ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 2 പേർക്ക് ആക്കുന്നതാണ് കേട്ടോ. അതിനനുസരിച്ച് എഗ്ഗ് എടുത്താൽ മതി. ഇച്ചിരി ഉപ്പ് വീണ്ടും എഗ്ഗിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം നമ്മൾ ഈ എഗ്ഗ് മാത്രം ഒന്ന് ജസ്റ്റ് ഈ സ്ക്രാമ്പിൾ ആക്കുന്ന, നമ്മൾ എഗ് സ്ക്രാമ്പിൾ ആക്കുമല്ലോ, അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ വെജിറ്റബിളുമായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. ഇതിനകത്ത് നമ്മൾ വേറെ അജിനോമോട്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് എൻഹാൻസറോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ വാങ്ങി കഴിക്കുന്ന എഗ് ഫ്രൈഡ് റൈസിൻ്റെ അതേ ടേസ്റ്റ് വരും. അപ്പോൾ നല്ല ഈസിയാണ്. ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ കുട്ടിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഇതുമാണ്, ഹെൽത്തിയുമാണ്. ഇതിൽ വെജിറ്റബിൾസും എഗ്ഗും എല്ലാം ഉണ്ടല്ലോ, അപ്പം കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പം നമ്മൾ ബാസ്മതി റൈസാണ് കേട്ടോ ഇവിടെ വേവിച്ച് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഡബിളിൽ കുറവായിട്ട് വെള്ളം എടുത്താൽ മതി. ഒരു ഗ്ലാസ് അരിക്ക് ഒരു 1.5 ഗ്ലാസ് വെള്ളം മതിയാവും. ഉപ്പും ഇച്ചിരി എണ്ണയും ഇട്ടിട്ടാണ് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നന്നായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ബെസ്റ്റാണ്. ഞാനിവിടെ മല്ലിയില ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ റൈസും ഈ നമ്മൾ സോട്ടേ ചെയ്ത വെജിറ്റബിളും എഗ്ഗുമായിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ യമ്മി എഗ് ഫ്രൈഡ് റൈസ് റെഡിയാണ്. മുകളിൽ ഇച്ചിരി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ബട്ടർ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ക്യൂബ് ബട്ടർ ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല എളുപ്പത്തിൽ രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് റെസിപ്പിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.